പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് വഷളനായ ബോബി ചെമ്മണ്ണൂർ എന്ന മനുഷ്യൻ അയാളുടെ ഭാഗ്യം കൊണ്ട് അയാൾ ജാമ്യത്തിൽ തന്നെ തുടരുകയാണ്. മിക്കവാറും എല്ലാവരും വിചാരിച്ചിരുന്നത് വീണ്ടും അയാളുടെ ജാമ്യം റദ്ദാക്കപ്പെടുമെന്നും അയാൾ വീണ്ടും കോടതിയിലാകും എന്നുമായിരുന്നു. നമുക്കറിയാം, അയാൾ സിനിമാ നടിയായിട്ടുള്ള ഹണി റോസിനെതിരെ നിരന്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുകയും അവരെ നിരന്തരം പുറകെ നടന്ന് അവരെ അധിക്ഷേപിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഗതികെട്ട ഹണി റോസ് പോലീസിൽ പരാതി കൊടുക്കുകയും അതിനെ തുടർന്ന് പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യുകയും അയാളെ ജയിലിലാക്കുകയും ചെയ്തു. അതുകൊണ്ട് 5-6 ദിവസം അയാൾ ജയിലിൽ കിടന്നു. അതിനെ തുടർന്ന് ഈ കഴിഞ്ഞ 14-ാം തീയതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ച് PV കുഞ്ഞികൃഷ്ണൻ അയാൾക്ക് ജാമ്യം നൽകിയെങ്കിലും അതിരൂക്ഷമായിട്ടുള്ള പരാമർശങ്ങളാണ് ആ വിധിന്യായത്തിൽ അയാൾക്കെതിരെ കോടതി ഉന്നയിച്ചത്. അയാളൊരു അമേരിക്കൻ മോട്ടിവേഷണൽ സ്പീക്കറിനെ ഉദ്ധരിച്ചുകൊണ്ട് കോടതി പറഞ്ഞത്, നിങ്ങളൊരു സ്ത്രീയെക്കുറിച്ച് അവരുടെ രൂപത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് നിങ്ങളെ കുറിച്ച് പറയുന്നതായിട്ടാണ് തോന്നുന്നത്, നിങ്ങൾ അവരെ കുറിച്ച് പറയുന്നതായിട്ടല്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതി എത്തിച്ചേർന്ന ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണം, അത് ഭാവിയിലും ഈ ബോച്ചെ എന്ന് പറഞ്ഞ ഈ വഷളന് ഭാവിയിലും അത് പ്രശ്നമാകും എന്ന് ഉറപ്പാണ്. കാരണം കോടതി പറഞ്ഞത്, പ്രഥമ ദൃഷ്ട്യാ ഈ വഷളൻ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പരാതിക്കാരിക്കെതിരെ നൽകിയിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് ആ ഒഫൻസിന്റെ ഇൻഗ്രീഡിയൻസ് അയാളുടെ പ്രയോഗങ്ങളിലുണ്ട് എന്ന് പ്രഥമ ദൃഷ്ട്യാ തെളിഞ്ഞു എന്ന് കോടതി പറയുമ്പോൾ ഭാവിയിൽ വിചാരണ നടക്കുന്ന സമയത്തും ഒക്കെ ഈ വഷളന് അത് പ്രശ്നമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. എന്ന് മാത്രമല്ല, ബോഡി ഷെയ്മിങ് ഒരു കാരണവശാലും നടത്താൻ പാടില്ല എന്ന് കോടതി പറഞ്ഞു. സ്ത്രീകൾക്കെതിരെ ഇതുപോലുള്ള പരാമർശങ്ങൾ നടത്തുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടിയായിരിക്കണം നടത്തേണ്ടത്, വളരെ വിജിലന്റ് ആയിരിക്കണം എന്ന് കോടതി. അപ്പം ഈ വഷളനെ ജാമ്യത്തിൽ വിട്ടുവെങ്കിലും അതിരൂക്ഷമായിട്ടുള്ള പരാമർശങ്ങളാണ് അയാൾക്കെതിരെ കോടതി നടത്തിയത്. അതിനുശേഷം അയാൾ എന്താ ചെയ്തത് നമ്മൾ കണ്ടു. അയാളുടെ റിലീസ് ഓർഡറിൽ ഒപ്പുവെച്ചില്ല. അതിനെ തുടർന്ന് അയാൾ വീണ്ടും ഒരു ദിവസം കൂടെ ജയിലിൽ കിടന്നു. ആ ജയിലിൽ കിടന്ന സമയത്ത് അയാൾ കോടതിയെ വെല്ലുവിളിച്ചു. ഈ ബോണ്ട് വെക്കാൻ പറ്റാതെ ജയിലിൽ കിടക്കുന്നവർക്ക് സാമ്പത്തിക സഹായം ചെയ്യും എന്ന് അയാൾ പറഞ്ഞു. അതിനെ തുടർന്നുണ്ടായ നാടകങ്ങളൊക്കെ നമ്മൾ കണ്ടു. സുഹൃത്തുക്കളെ, ഈ നാടകങ്ങൾ എവിടെയാണ് അവസാനിച്ചത്? കോടതി അന്തിമമായി അയാൾക്ക് ജാമ്യം കൊടുത്തു. പക്ഷേ ജാമ്യം കൊടുക്കുന്നതിന് മുമ്പ് ഈ വഷളൻ, അതായത് വർഷങ്ങളായി സ്ത്രീകൾക്കെതിരെ ഒരു നിവൃത്തിയുമില്ലാത്ത ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിപ്പോന്ന ഈ വഷളൻ ഹണി റോസ് എന്ന് പറയുന്ന ആ നടിക്കെതിരെ സമസ്താപരാധം പറയുകയാണ് ഉണ്ടായത്. ആദ്യം പറഞ്ഞു, ഞാനിങ്ങനൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അവസാനം ബഹുമാനപ്പെട്ട കോടതി ജാമ്യം റദ്ദാക്കുമെന്നുള്ള സ്ഥിതി വന്നപ്പോൾ മാപ്പ് 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 എന്ന് ഈ വഷളൻ പറയേണ്ടി വന്നു. അവസാനം ഈ വഷളൻ, ഈ അധമൻ ഇനി വാ തുറക്കില്ല എന്ന് അയാളുടെ അഭിഭാഷകന് ബഹുമാനപ്പെട്ട കോടതിയോട് പറയേണ്ടി വന്നു. ഇനി വാ തുറക്കില്ല എന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് പറഞ്ഞതിനെ തുടർന്നിട്ടാണ് കോടതി ഈ കേസ് തീർപ്പാക്കുകയും അയാൾ ജാമ്യത്തിൽ തുടരുകയും ചെയ്യും എന്ന് പറഞ്ഞു. കൂടെ നടത്തിയ അതിരൂക്ഷമായിട്ടുള്ള പരാമർശങ്ങൾ എല്ലാം വന്നതാണ് മാധ്യമങ്ങളിൽ. ഞാൻ അതിന്റെ വിശദാംശങ്ങളിൽ സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഈ വീഡിയോയിലൂടെ എന്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. നമ്മൾ ഈ അവസരത്തിൽ ഹണി റോസ് എന്ന് പറഞ്ഞ ആ നടിയെ നമ്മൾ നന്ദിയോടെ സ്മരിക്കണം എന്നാണ്. അവര് ചരിത്രപരമായിട്ടുള്ള ഒരു കാര്യമാണ് നിർവഹിച്ചത് എന്നുള്ളതാണ് നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറ്. സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറേ വർഷങ്ങൾ നമ്മൾ എടുത്തു നോക്കൂ. എത്രയെത്ര സ്ത്രീകൾ പുരുഷന്മാരുമായി ബന്ധപ്പെട്ട് പരാതിയുമായി വന്നു.
പുരുഷന്മാരെ ലൈംഗികമായി പീഡിപ്പിച്ചു, തൊഴിൽ സ്ഥലങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എത്രയെത്ര നൂറുകണക്കിന് പരാതികൾ സ്ത്രീകൾ പുരുഷന്മാർക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. ആ പരാതികളിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പുരുഷൻ അടുത്ത കാലത്ത് എവിടെയെങ്കിലും ശിക്ഷിക്കപ്പെട്ടത് നമ്മൾ കേട്ടിട്ടുണ്ടോ സുഹൃത്തുക്കൾ? ഇപ്പൊ ഈ അടുത്ത കാലത്ത് തന്നെ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് എത്രയോ സ്ത്രീകൾ പുരുഷന്മാർക്കെതിരെ നടന്മാർക്കെതിരെയൊക്കെ പരാതികളുമായി രംഗത്ത് വന്നു. അതിലേതെങ്കിലും ഒരു പരാതിയിൽ ഒരു സ്ത്രീക്ക് അനുകൂലമായി ഒരു തീരുമാനം ഉണ്ടായോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഏതെങ്കിലും ഒരു സ്ത്രീക്ക് അനുകൂലം. ഇനി അതിനു മുമ്പ് കേരളത്തിൽ എത്രയോ ലൈംഗിക പീഡന കേസുകൾ വന്നിരിക്കുന്നു, പ്രമാദമായിട്ടുള്ള കേസുകൾ. എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ കേസുകൾ വന്നിരിക്കുന്നു. ആ കേസുകളിൽ എവിടെയെങ്കിലും ഇരയായിട്ടുള്ള സ്ത്രീക്ക് അനുകൂലമായിട്ടൊരു തീരുമാനം വന്നിട്ടുണ്ട്. ഒരുപക്ഷെ സൂര്യനെല്ലി കേസിൽ ഒരു വിധി വന്നിട്ടുണ്ടാകും. അതൊഴിച്ചാൽ ഒരു പ്രമാദമായ കേസിലും ഇരയ്ക്ക് അനുകൂലമായിട്ടൊരു തീരുമാനം വന്നിട്ടില്ല. ഞാനിപ്പോ രണ്ടാമത് പറഞ്ഞതുപോലെ ഹേമ കമ്മിറ്റി വന്നു, അതിനുശേഷം എത്രയോ സ്ത്രീകൾ പരാതി കൊടുത്തു, എത്രയോ നടിമാർ പരാതി കൊടുത്തു. ആ പരാതികളിൽ ഒന്നിലും ഇരകൾക്ക് അനുകൂലമായിട്ട് ഒരു തീരുമാനവും സുഹൃത്തുക്കളെ ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം എന്താ? ഭരണകൂടവും പോലീസും എല്ലാം തന്നെ ഇവിടെ പുരുഷന്മാർക്കൊപ്പമാണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. കഴിഞ്ഞ സുഹൃത്തിനോട് ചോദിച്ചു, നിവിൻ പോളിക്കെതിരായിട്ടുള്ള കേസ്. നിവിൻ പോളിക്കെതിരായിട്ടുള്ള കേസിൽ പോലീസ് അയാളുടെ കൂടെ നിന്നുകൊണ്ടല്ലേ പിന്നെ കേസ് തള്ളിപ്പോയത്. അപ്പോ അടുത്ത കാലത്ത് ഒരിക്കലും കേരളത്തിൽ ഒരു ഇര ഒരു പീഡന പരാതി ഒരു പുരുഷനെതിരെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പുരുഷൻ പ്രത്യേകിച്ച് സ്വാധീന ശക്തി ഉള്ളവനാണെങ്കിൽ, ആ പുരുഷൻ രാഷ്ട്രീയക്കാരനാണെങ്കിൽ, ആ പുരുഷൻ ബിസിനസ്സുകാരനാണെങ്കിൽ, ആ പുരുഷൻ സിനിമാ നടനാണെങ്കിൽ ഒരിക്കൽ പോലും സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല. നിർഭാഗ്യവശാൽ കോടതികളിൽ പോലും നിന്ന് പോലും, ഹൈക്കോടതിയിൽ തന്നെ നമ്മൾ നോക്കും. അതിപ്പോ സിദ്ദിഖിന്റെ കാര്യം എടുത്താലും, ഇടവേള ബാബുവിന്റെ കാര്യം എടുത്താലും, ബാലേന്ദ്ര മേനോന്റെ കാര്യം എടുത്താലും, വിജയബാബുവിന്റെ കാര്യം എടുത്താലും, ഏത് സിനിമാ നടന്മാരുടെ കാര്യം എടുത്താലും ഹൈക്കോടതി ചെല്ലുമ്പോൾ ജാമ്യം കിട്ടിപ്പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഉണ്ണി മുകുന്ദന്റെ പേരിലുണ്ട്, എല്ലാം ജാമ്യം കിട്ടിപ്പോയി. അപ്പൊ കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകൾ നമ്മൾ എടുത്തു നോക്കിയാൽ സ്ത്രീകൾ കൊടുക്കുന്ന പരാതിയിന്മേൽ ഒരിക്കൽ പോലും പുരുഷന്മാർക്ക് ഈ പറഞ്ഞതുപോലെ ശിക്ഷ പോട്ടെ, അവർ ജയിലിൽ പോലും കിടക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല. മിക്കവാറും എല്ലാം ഊർജാമ്യത്തിൽ പോവുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് ഈ ഹണി റോസ് നിർഭയം ഇച്ഛാശക്തിയോടുകൂടി ആർജവത്തോടുകൂടി അവരെടുത്ത സമീപനത്തെ നമ്മൾ ശ്ലാഘിക്കുകയും അവർക്ക് പിന്തുണ കൊടുക്കുകയും ചെയ്യട്ടെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ വഷളന്റെ കാര്യം തന്നെ നമ്മൾ ആലോചിച്ച് നോക്കൂ. എത്രയോ മാസങ്ങളായി എന്തൊക്കെ ദ്വയാർത്ഥ പ്രയോഗങ്ങളാണ് അവർ സ്ത്രീകൾക്കെതിരെയും കുട്ടികൾക്കെതിരെ പോലും അവർ ചെയ്തിട്ടുള്ളത്. ഒരു സ്കൂൾ കുട്ടിയുമായി സ്കൂട്ടറിൽ പോവുകയാണ്, എന്നിട്ട് പറയാണ് ഞങ്ങൾ വേൾഡ് കപ്പിന് പോവാണ്, ഞങ്ങളിപ്പോ 2 പേരേ ഉള്ളൂ, തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ 3 പേരായിരിക്കും. ഈ നിലയിൽ ഈ വഷളൻ നിരന്തരം സ്ത്രീകൾക്കെതിരെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുകയായിരുന്നു. അവനെതിരെ ആരും ഒന്നും പറഞ്ഞിരുന്നില്ല. ഒരു രാഷ്ട്രീയ നേതാക്കന്മാരും ഒന്നും പറഞ്ഞില്ല, ഒരു വനിതാ നേതാക്കന്മാരും ഒന്നും പറഞ്ഞിരുന്നില്ല, ഒരു വലിയ സാംസ്കാരിക നേതാക്കന്മാർ, വനിതാ പ്രവർത്തകർ ആരും ഒന്നും പറഞ്ഞില്ല, വനിതാ കമ്മീഷൻ ഒന്നും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞിരുന്നില്ല. മറുഭാഗത്ത് അയാൾ നിയന്ത്രണമില്ലാതെ ഈ സ്ത്രീകൾക്കെതിരെ ദ്വയാർത്ഥ പ്രയോഗം നടത്തി ഇങ്ങനെ മുന്നേറുകയായി. അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോഴാണ് സഹികെട്ടൊരു വനിത, അവരുടെ പേരാണ് ഹണി റോസ്, അവർ രംഗത്ത് വന്നു. അവർ ഇച്ഛാശക്തിയോടുകൂടി നിലനിന്നു, അവർ ഇച്ഛാശക്തിയോടുകൂടി രംഗത്ത് നിന്നു. സർക്കാരിന് പോലും അവരുടെ കേസിൽ നടപടിയെടുക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതിനിടയിൽ കോടതി ഒരു നിർണായക വിധിയുമായിട്ട് വന്നു, ഹൈക്കോടതിയും ഒരു നിർണായക വിധിയുമായിട്ട് വന്നു. കാരണം ശരീരത്തെ വർണ്ണിക്കുന്നതും സ്ത്രീത്വത്തെ അവമാനിക്കുന്നതിന് തുല്യമായിരിക്കും എന്നൊക്കെ പറഞ്ഞു വന്നു. സർക്കാരിന് നിവൃത്തിയില്ലാതെ സർക്കാരിന് കേസെടുക്കട്ടെ. അതുകൊണ്ട് ഹണി റോസ് നടത്തിയ പോരാട്ടത്തിൽ ഉജ്ജ്വലമായ വിജയം ഇപ്പൊ നേടിയിരിക്കുകയാണ്. ഉജ്ജ്വലമായിട്ടുള്ള വിജയം. ഇത് സ്ത്രീകൾ കേരളത്തിൽ നടത്തിയ സമര പോരാട്ടങ്ങളിൽ സുവർണ ലിപികളിൽ കുറിക്കേണ്ട ഒരു പോരാട്ടമാണ് ഹണി റോസ് നടത്തിയത്. അവരതിൽ വിജയിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. അവരെ ഈ രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞൊരു അധമനുണ്ട്,
യഥാർത്ഥത്തിൽ ഈ ബോച്ചെ എന്ന് പറഞ്ഞവനേക്കാൾ 6 വഷളനാണ് അവൻ. അവനെതിരായിട്ടും പരാതി കൊടുത്തിട്ടുണ്ട്. സംഘടിത കുറ്റമാണ് അവൻ ചെയ്യുന്നത് എന്നുകൊണ്ട്. അവന്റെ ഒന്നും പൊടി പോലും കാണുന്നില്ല. അവനൊക്കെ ഈ ഹൈക്കോടതിയുടെ തീരുമാനമൊക്കെ വന്നപ്പോ തുണി പറിച്ച് ഓടിയെന്ന് എനിക്ക് തോന്നുന്നു ഈ രാഹുൽ ഈശ്വർ. അവനൊന്നും കാണാനേ ഇല്ല. അവനെതിരായിട്ട് ഇവർ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഹണി റോസ് നടത്തിയത് ഉജ്ജ്വലമായിട്ടുള്ള ഒരു സമര പോരാട്ടമാണ്. ആ സമര പോരാട്ടം അവരുടെ ഏതോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ അവർ പറഞ്ഞിരുന്നു, ഞാൻ കേരളത്തിലെ വനിതകൾക്ക് വേണ്ടി നടത്തുന്ന പോരാട്ടമാണ്. ഒരു സംശയവും വേണ്ട, കേരളത്തിലെ എല്ലാ വനിതകളും ഈ ഹണി റോസിനോട് നന്ദിയുള്ളവരായിരിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ആറു വഷളൻ ഇനി വാ തുറക്കില്ല എന്നാണ് അവനെക്കുറിച്ച് അവന്റെ അഭിഭാഷകർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് കൊടുത്ത ഉറപ്പ്. അപ്പോൾ ആ ഉറപ്പ് അവൻ കൊടുക്കുമ്പോൾ ഹണി റോസിന് അതിൽ 100 തവണ അഭിമാനിക്കാൻ വകയുണ്ട് എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിലും ഹണി റോസിന്റെ ഏറ്റവും വലിയ പിന്തുണക്കാരിൽ ഒരാളാണ് എന്ന് അവകാശപ്പെടുന്ന ഒരാളെന്നുള്ള നിലയിലും എനിക്ക് എന്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്.